ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. പാഠം 4, പിറന്നാൾ സമ്മാനം. നടക്കുന്നവ, പറക്കുന്നവ, ഇഴയുന്നവ. നിങ്ങൾ നടക്കുന്ന ജീവികളെ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ നടക്കുന്ന ജീവികൾ? ആട്, പശു, കീരി. പിന്നെ ഏതൊക്കെയാ നടക്കുന്ന ജീവികള്? പിന്നെയോ മനുഷ്യൻ നടന്നിട്ടല്ലേ പോവാ? ആന നടന്നിട്ടല്ലേ പോവാ? പുലി നടന്നിട്ടല്ലേ പോവാ? ഇനി പറക്കുന്ന ജീവികളെ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെയാ പറക്കുന്ന ജീവികള്? തേനീച്ച, ഈച്ച, തത്ത. പിന്നെ ഏതൊക്കെയാണ് പറക്കുന്ന ജീവികൾ? കിളികള് പറന്നിട്ടാണ് പോവാ അല്ലേ? പിന്നെയോ ഇനി എന്തൊക്കെയാ പറന്നിട്ട് പോവാ? മിന്നാമിനുങ്ങ്. പറന്നു പോകുന്ന ജീവികളെ കണ്ടു. കൊതുക്, ചെറിയ ജീവികളും ഉണ്ട് പറന്നു പോണത്. ഇനി ഇഴഞ്ഞു പോകുന്ന ജീവികളെ കണ്ടിട്ടുണ്ടോ? ചിലര് നടക്കൂല, പറക്കൂല, പകരം എന്താ ചെയ്യാ? ഇഴഞ്ഞ പോവാ. അങ്ങനത്തെ ജീവികളെ നിങ്ങൾക്കറിയാമോ? ഏതൊക്കെയാണ്? പാമ്പ് ഇഴഞ്ഞിട്ടാണ് പോവുക. പിന്നെ ഏതൊക്കെയാ പോവുക? പാമ്പ്, ഒച്ച്. പിന്നെന്താ ഇഴഞ്ഞു പോവാ? ഇഴഞ്ഞു പോണത് ആരൊക്കെയാ? പാമ്പ്, ഒച്ച്, മണ്ണിര ഇഴഞ്ഞാണ് പോവാ. ശരിയാണ് പറഞ്ഞത്. പുഴു, ഇതൊക്കെ ഇഴഞ്ഞു പോകുന്നതാണ് അല്ലേ? അപ്പോ നമ്മുടെ ചുറ്റുമുള്ള ജീവികളിലെ കുറേ ജീവികൾ നടന്നു പോകുന്നതാണ്, കുറേ ജീവികൾ പറന്നു പോകുന്നതാണ്. കുറേ ജീവികൾ എങ്ങനെ പോവാ? ഇഴഞ്ഞ പോവാ. ഇവിടെ നടക്കുന്നവയ്ക്ക് മഞ്ഞ കളർ കൊടുക്കണം, പറക്കുന്നവയ്ക്ക് ഓറഞ്ച് കളർ കൊടുക്കണം, ഇഴയുന്നവയ്ക്ക് കറുപ്പ് കളർ കൊടുക്കണം. ഇപ്പൊ കീരിക്ക് ഏത് കളർ കൊടുക്കാം? കീരി എങ്ങനെയാ പോവാ? കീരി നടന്നു പോലെ. കീരി നടന്നിട്ടല്ലേ പോവാ? ഇനി അപ്പൊ ഏത് കളർ കൊടുക്കും? മഞ്ഞ കളർ കൊടുക്കും. ആടിന് ഏത് കളർ കൊടുക്കാം? ആടിന് മഞ്ഞ കളർ കൊടുക്കാം. ആട് നടന്നിട്ടല്ലേ പോണേ. ഇനി പാമ്പിന് ഏത് കളർ കൊടുക്കാം? പാമ്പ് എങ്ങനെയാ പോവാ? ഇഴഞ്ഞിട്ടല്ലേ പോവാ. അപ്പൊ ഏത് കളർ കൊടുക്കാം? കറുപ്പ് കളർ കൊടുക്കാം. ഇനി എന്തൊക്കെ നിങ്ങൾക്കറിയാം ജീവികളുടെ പേര്? ഏതൊക്കെ ജീവികളുടെ പേരറിയാം? സിംഹം എങ്ങനെ പോകും? നടന്ന് പോകും. അപ്പൊ ഇവിടെ സിംഹം എന്ന് എഴുതണം. എന്നിട്ട് ഏത് കളർ കൊടുക്കണം? നടക്കുന്നവയുടെ കളർ മഞ്ഞ. ഇനി ഏതൊക്കെ ജീവികളെ നമ്മൾ എഴുതും? ആന എഴുതണം. എങ്ങനെയാ? നടക്കുന്നവ. ഇനി ഈച്ച പറന്നു പോണതാണ് അല്ലേ? അപ്പൊ പറക്കുന്നവയുടെ കളർ കൊടുക്കണം. ഏത്? ഓറഞ്ച് കളർ കൊടുത്ത് ഈച്ച എന്ന് എഴുതണം. പൂമ്പാറ്റ എന്താണ്? പറക്കുന്നവയാണല്ലേ? അപ്പൊ പൂമ്പാറ്റ എന്ന് എഴുതുക. പറക്കുന്നവയുടെ കളർ കൊടുക്കുക. നിങ്ങൾ എഴുതിയവയിൽ കീരി, ആട്, പാമ്പ്, സിംഹം, ആന, ഈച്ച, പൂമ്പാറ്റ അല്ലേ? ഈ എഴുതിയവയിൽ ഒരെണ്ണം നിങ്ങൾ ഇവിടെ വരയ്ക്കാമോ? നമുക്ക് ഒരു ചിത്രം ഇവിടെ വരയ്ക്കാം. എന്തിനെ വരയ്ക്കാം? നമുക്ക് പൂമ്പാറ്റേനെ വരച്ചാലോ? നിങ്ങളുടെ പോലെയുള്ള ഒരു കൊച്ചുമിടുക്കൻ വരച്ച പൂമ്പാറ്റയെ കണ്ടോ? ഇതുപോലെ നിങ്ങളും വരയ്ക്കണേ. അടുത്തത് വായിക്കാമോ? ഒന്ന് വായിച്ചേ. അലറലോടലറലാണാലയിൽ കാലികൾ. ഒന്ന് വായിച്ചേ. അലറലോടലറലാണാലയിൽ കാലികൾ. കൂട്ടുകാരൊന്ന് വായിച്ചേ. കൂട്ടുകാരെ, നിങ്ങളെ നാക്ക് വഴങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞു നോക്കണേ. അലറലോടലറലാണാലയിൽ കാലികൾ. ഓക്കെ ഒന്നുകൂടി പറഞ്ഞേ. അലറലോടലറലാണാലയിൽ
അപ്പോൾ നിങ്ങളുടെ നാക്ക് വഴങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൂത്രമാണ് കേട്ടോ ഇതുപോലുള്ള വാക്യങ്ങൾ വായിക്കാൻ. ഇനി ഒരു കളി പറഞ്ഞു തരാം. കൂട്ടുകാർ കളിക്കുമോ? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം തെറ്റുകൂടാതെ കൂടുതൽ പ്രാവശ്യം വായിക്കുന്നത് ആരാണെന്ന് നോക്കാം. കൂട്ടുകാർ വട്ടനെ നിൽക്കുക. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം തെറ്റുകൂടാതെ ആവർത്തിച്ചാവർത്തിച്ച് പറയുക. അലറലോടലറലാണ് ആലയിൽ കാലികൾ. ഇത് വീണ്ടും വീണ്ടും. അലറലോടലറലാണ് ആലയിൽ കാലികൾ. അലറലോടലറലാണ് ആലയിൽ കാലികൾ. അലറലോടലറലാണ് ആലയിൽ കാലികൾ എന്നിങ്ങനെ തെറ്റുകൂടാതെ ആവർത്തിച്ചാവർത്തിച്ച് പറയുക. ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റുകൂടാതെ പറയുന്നത് ആരാണെങ്കിൽ അവരാണ് വിജയി. കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കളിക്കാൻ ശ്രമിക്കണേ. 1-ാം ക്ലാസ്സിലെ മലയാളം കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പാഠം 4 പിറന്നാൾ സമ്മാനം എന്ന ഭാഗത്തിലെ പേജ് നമ്പർ 28 പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത്. ബാക്കി പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.